ദിവസവും പെരുകുന്ന ക്രൈം വാർത്തകൾക്കിടയിൽ ചങ്കു പിളർക്കുന്ന കൂട്ടക്കരച്ചിലുകളും കൂടുകയാണ്. അവർ മനുഷ്യരാണെന്നുകൂടി നമ്മൾ മറന്നുപോകുന്ന അവസ്ഥയിലേക്ക് നാം ഓരോ ദിവസവും ചെല്ലുന്തോറും കടന്നുപോകുന്നത് കേരളം ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. പേടിപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ ആര് വിശ്വസിക്കുമെന്നു പോലും അറിയാതെ നിൽക്കുകയാണ് കേരളക്കര. അതായത് കേരളത്തിൽ അടുത്തിടെയായി വർദ്ധിച്ചു കാണുന്ന കൊടും ക്രൂരമായ കൊലപാതകങ്ങൾക്ക് കാരണമായി ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് മാർക്കോ പോലുള്ള സിനിമകളിലെ വയലൻസ് തന്നെയാണ്. മാർക്കോ എന്ന സിനിമ ഇറങ്ങിയ എല്ലാ ഭാഷകളിൽ നിന്നും ചിത്രത്തിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. യുവ പ്രേക്ഷകരിൽ നിന്നും വലിയ സ്വീകാര്യത ലഭിച്ച ചിത്രം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ്ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. നമുക്കറിയാം, മോഹൻലാലിന്റെ ദൃശ്യം സിനിമ ഇറങ്ങിയ കാലത്ത് പല കൊലപാതകങ്ങളും ആ ചിത്രത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് ആണെന്ന തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ വന്നിരുന്നു. സിനിമയിലെ പോലെ മനുഷ്യനെ ബന്ധങ്ങൾ പോലും മറന്ന് വെട്ടിയും അടിച്ചും കൊല്ലുന്ന സംഭവങ്ങൾ സർവ്വസാധാരണമായി. മാർക്കോ, അനിമൽ കിൽ തുടങ്ങിയ എ സർട്ടിഫിക്കറ്റോടെ എത്തിയ സിനിമകളിലെ വയലൻസ് രംഗങ്ങൾ കാരണമോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് സമൂഹത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ പെട്ടെന്ന് തന്നെ സിനിമയുമായി ബന്ധിപ്പിച്ച് കുറ്റപ്പെടുത്തുന്ന രീതി ശരിയാണോ? സമൂഹത്തിൽ സിനിമ മാത്രമല്ല, സമൂഹത്തിലെ സ്വാധീനം ചെലുത്തുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട്. സിനിമകളും അതിലെ കഥയും നടന്മാരും കുട്ടികളെയും മുതിർന്നവരെയും സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കും. സമൂഹത്തിന്റെ പ്രതിഫലനമാണ് സിനിമ എന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റു പറയാൻ സാധിക്കുമോ? കാരണം സിനിമയ്ക്ക് വിഷയം അല്ലെങ്കിൽ കഥയ്ക്കുള്ള പോയിന്റുകൾ ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്നാണല്ലോ. നമ്മുടെ ചുറ്റും കാണുന്ന അല്ലെങ്കിൽ നമ്മളിൽ നടക്കുന്ന സംഭവങ്ങളെ സിനിമയുടെ വിഷയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നതും അത് നമ്മൾ കാണുന്നതും. എന്തിനു പറയണം, ചെന്താമരയും ചേതമംഗലം കൊലപാതകവും കഴിഞ്ഞ ദിവസം നടന്ന വെഞ്ഞാറമൂടിലെ കൊലപാതകങ്ങൾ പോലും നാളെ ഒരു സിനിമയുടെ വിഷയമായി വരാം. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സിനിമയോടുള്ള ഒരു അഭിരുചി പാടെ മാറിക്കഴിഞ്ഞു. സിനിമയിൽ പഴയ പോലുള്ള ഇമോഷൻസ് ഒന്നും കാണാൻ ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല, ഒട്ടും താല്പര്യവുമില്ല. കാരണം അവർക്ക് അതിനുള്ള ക്ഷമയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കൂടുതലായും വയലൻസ് ഉള്ള സിനിമകൾ കാണുമ്പോൾ അതിൽ വളരെ ഫാസ്റ്റായി കാര്യങ്ങൾ നടക്കും, അതും കുറച്ച് അടിപൊളിയായി എൻജോയ് ചെയ്ത് കാണും. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ പ്രധാന പങ്കും ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ത്രില്ലർ, വയലൻസ് കൂടുതലുള്ള സിനിമകളാണ് ഇറങ്ങിയത്. എന്നാൽ ഇത്തരം കഥകളിലേക്ക് മാത്രം സിനിമ ഒതുങ്ങിപ്പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പലതരം കഥകളും സിനിമകളും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷയിലും പുറത്തു വരാറുണ്ട്. പ്രണയ കഥകൾ, കോമഡി, കുടുംബചിത്രങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ പല പല തലങ്ങൾ തുടങ്ങി അങ്ങനെ നിരവധി വിഷയങ്ങൾ സിനിമയ്ക്ക് പ്രമേയമായി എത്തി. അതൊക്കെ സന്തോഷത്തോടെ കണ്ടിരുന്ന ആരാധകരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. യുവാക്കൾ മാത്രമല്ല, മുതിർന്നവർക്കും ഇപ്പോൾ ഒന്നിനും ക്ഷമയില്ല, താല്പര്യവുമില്ല. വയലൻസ് ആകുമ്പോൾ ത്രില്ലും ഉന്മാദവും ആളുകളെ കൂടുതലായി സന്തോഷിപ്പിക്കുകയാണ്. അതായത് സിനിമ കണ്ടതുകൊണ്ട് മാത്രം പുതിയ തലമുറ വഴിതെറ്റി പോകുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന കൊലപാതകങ്ങൾ കൂടുതലും ചെറുപ്പക്കാരാണ് നടത്തുന്നത്. ഒരാൾക്ക് ഒരാളെ കൊല്ലാൻ തോന്നണമെങ്കിൽ അത്രമാത്രം കാരണമുണ്ടാകണമല്ലോ. എന്നാൽ അത് അങ്ങനെയല്ല. കൃത്യമായി ഒരു കാരണവും ഉണ്ടാകുന്നില്ല. ഇതിന് പ്രധാന കാരണം മയക്കുമരുന്ന് ഉപയോഗം തന്നെയാണ്. മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെടുന്ന വ്യക്തികൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവർ കുറ്റകൃത്യത്തിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. വലിയ കുറ്റകൃത്യങ്ങളെ പോലും നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത്. ആദ്യം മദ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ കഞ്ചാവും കടന്ന് അതിനേക്കാൾ വലിയ വലിയ മയക്കുമരുന്നിലേക്ക് കുട്ടികൾ എത്തുകയാണ്. കുട്ടികളെ വഴിതെറ്റിക്കാൻ വലിയൊരു പങ്കുവഹിക്കുന്ന ഒന്നാണ് ഓൺലൈൻ ഗെയിംസും. ഓൺലൈനിൽ ഇവർ എന്തൊക്കെ കാണുന്നു, എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. ഇന്റർനെറ്റിൽ അമിതമായ ഉപയോഗം അതിരുകടക്കുകയാണ്. എങ്ങനെ ഒരു കുറ്റം ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ അവർക്ക് സൈബർ ലോകത്ത് നിന്ന് എളുപ്പം കിട്ടും. അതിനാൽ തന്നെ കുട്ടികൾ വഴിതെറ്റുന്നതിന് സിനിമയാണ് കാരണമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. പഠന രീതികളും പാരന്റിങ്ങും ഒക്കെ മാറണം. കുട്ടികൾക്ക് എമ്പതിയും ബഹുമാനവും എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ സിനിമയ്ക്കും മീഡിയയ്ക്കും അവരുടെ പഠന രീതിക്കും മാതാപിതാക്കൾക്കും ഒക്കെ പ്രധാന പങ്ക് തന്നെയാണ്. അതുപോലെ സമൂഹത്തിൽ നെഗറ്റീവ് ചിന്തകൾ വരുന്ന സാഹചര്യങ്ങൾ സിനിമയിലൂടെ കൊടുക്കാതിരിക്കാൻ സിനിമ ചെയ്യുന്നവർ അത് വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.